നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. Okay. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങളും നേരിടുന്നു. പലപ്പോഴും അത് നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നതായിരിക്കും. വളരെ വിഷമിപ്പിക്കുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മളെ ഉയർത്തുന്നത് എന്തായിരിക്കും? മഹാത്മാഗാന്ധിജി തൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അരുൺ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 10 ഗിഫ്റ്റുകളെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട്, ദ ഗിഫ്റ്റ് എന്ന് പറയും. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പേ പരാമർശിച്ചിട്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു കഥ, ഗാന്ധിജി പറഞ്ഞൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായിരുന്നു, വളരെയധികം ഡിസോർഡേർഡ് ആയിട്ടുള്ള ജീവിതം. നമുക്കറിയാം ഒരു ബാച്ചലർ എങ്ങനെയായിരിക്കുന്നു. പുസ്തകം അവിടെയും ഇവിടെ ഇടുക, തുണി അലക്കിയിട്ടുണ്ടാവില്ല, ചുളിച്ചിട്ടുണ്ടാവും, മുറിയിൽ വൃത്തിയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി പുറത്ത് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ചെയ്ത് പാൻറ് ഷർട്ടൊക്കെ ഇട്ട് പോകും. നമുക്കിപ്പോഴും കാണാം അങ്ങനെയുള്ള ചെറുപ്പക്കാർ. പുറത്ത് കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്, പക്ഷേ റൂം എന്നാൽ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല, ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണ്. ആ പെൺകുട്ടി ഒരു പൂവ് കൊടുക്കുകയാണ് ചെറുപ്പക്കാരന്, മുറിയിൽ വെക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ പൂവുമായിട്ട് മുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി എപ്പോഴെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എന്താ പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുക? അതോടുകൂടിയിട്ട് മുറി അങ്ങോട്ട് വൃത്തിയായി. കാരണം ഈ പെൺകുട്ടി വരുമ്പോൾ ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. എല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ പൂവ് വൃത്തിയായിട്ട് വെക്കണം, കാരണം ഇത്ര സ്നേഹത്തോടെ തന്നതാണ്. ട്രാൻസ്ഫോംഡായി, അല്ല ജീവിതം ട്രാൻസ്ഫോംഡായി, ഡിസിപ്ലിൻ വന്നു. അപ്പോൾ എന്താണ് അവിടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്? ആ സ്നേഹമാണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്. അത് പെർമനൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അത്രയും സ്നേഹമാണ്.
കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ആ സ്നേഹത്തിൻ്റെ ഇൻപുട്ടിലൂടെയാണ് ഒരു വ്യക്തി, അതിപ്പോൾ പുരുഷനായാലും സ്ത്രീയായാലും മാറാൻ പോകുന്നത്. ബാബുജി മഹാരാജ് പറയും, നിങ്ങളുടെ വീട്ടിലേക്കൊരു VIP കടന്നു വരികയാണ് എന്ന് ആലോചിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുക, വീടൊക്കെ വൃത്തിയാക്കി വയ്ക്കും, എല്ലാം അലങ്കരിക്കും. ആ VIP സ്ഥിരതാമസമാക്കുകയാണെങ്കിലോ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം, ഒരു മടുപ്പില്ലാണ്ട് അത്രയും ക്ലെൻലിനെസ് വേണം. അപ്പോൾ നമ്മൾ എന്നേക്കുമായിട്ട് ആ VIP ഹൃദയത്തിൽ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവൻ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും നമുക്കവിടെ മടുപ്പ് തോന്നരുത്. താജി ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ നിങ്ങളുടെ കൂടെ 24/7 ജീവിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ പറയുന്നത്, ഈശ്വര എന്നെ രക്ഷിക്കണേ. ഭക്തന്മാരുണ്ട്, പക്ഷേ ഈശ്വരൻ എല്ലാ നിമിഷവും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നവർ എത്ര ഉണ്ടാവും? കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്നേഹം എപ്പോഴും നിലനിർത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ സ്നേഹം വരും, ചിലപ്പോൾ ഇല്ലാണ്ടാവും. എപ്പോഴും ഇങ്ങനെ പറ്റുമോ എന്ന് തോന്നും. ഈ പെൺകുട്ടിയുടെ കഥയിലും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സ്നേഹം സ്വീകരിക്കാനും നൽകാനും നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എപ്പോഴും നൽകേണ്ടതും സ്വീകരിക്കേണ്ടതും സ്നേഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതാണ് സാധന, അതാണ് സ്പിരിച്വൽ സാധന എന്ന് പറയാം. ഓരോ നിമിഷവും ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും സ്നേഹം നിറയ്ക്കാൻ, അതുമാതിരി എന്ത് ലഭിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ആ സ്നേഹം സ്വീകരിക്കാൻ, തിരിച്ച് സ്നേഹത്തിനെ നൽകുന്നത്. നമ്മൾ സ്വീകരിക്കുമ്പോഴും നൽകുന്ന സ്നേഹം, നൽകുമ്പോഴും നൽകുന്ന സ്നേഹം. അപ്പോൾ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരണം. ആ 24/7 ഓരോ നിമിഷവും നിറയ്ക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. അതിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതിനാണ് മെഡിറ്റേഷൻ സെഷൻസ്. ധ്യാനത്തിൽ നമ്മൾ സ്നേഹത്തിൻ്റെ സ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോഴേക്കും ചിന്തകൾ വരികയാണ്. പെട്ടെന്ന് തോന്നുകയാണ് ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് അടുപ്പ് കെടുത്താൻ മറന്നുപോയി, അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് അവിടെ സ്നേഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സത്സംഗത്തിൽ ഇരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. ഗ്രൂപ്പ് മെഡിറ്റേഷൻ കഴിഞ്ഞാൽ എണീറ്റ ആൾക്കാർ അപ്പം തന്നെ പോകും. അവിടെ എങ്ങനെയോ പിടിച്ചിരുത്തി, തവളേനെ പിടിച്ച് ഗണപതിക്ക് വയ്ക്കാന്ന് പറയും, പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ട് അവിടെ ഇരിക്കാൻ തോന്നുകയാണെങ്കിൽ അവിടെ ഇരുന്നാൽ മാത്രം പോരാ, ആ സത്സംഗം ഹൃദയത്തിൽ കൊണ്ടുപോകണം. കാരണം എപ്പോഴും സത്സംഗത്തിൽ ഇരിക്കുന്നതും ഒരു മടിയുടെ ലക്ഷണമാണ്. ജോലി എടുക്കാണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക. പണ്ടത്തെ കഥകൾ കേൾക്കുന്ന സന്യാസിമാർ കാട്ടിൽ ഇങ്ങനെ ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് സാക്ഷാത്കാരം ലഭിച്ചു എന്നുള്ളത് പറയുക. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ബാബുജി മഹാരാജ് ഒരിക്കൽ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കരയാണ്, അങ്ങ് പോകരുത്. അപ്പോൾ ബാബുജി മഹാരാജിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒന്നുകിൽ എൻ്റെ രാജ്യത്തിന് ഇവിടെ കൊണ്ടുവരിക, എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുക. തിങ്ക് ദാറ്റ് യുവർ കൺട്രി ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇപ്പോൾ തിങ്ക് ദാറ്റ് യുവർ പ്ലേസ് ഇസ് കാന ശാന്തിവനം. മാസ്റ്ററുടെ റെസിഡൻസാണ്. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ, വീടെങ്കിൽ വീട്, ജോലിസ്ഥലമെങ്കിൽ ജോലിസ്ഥലം, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹം മാത്രമേ നൽകാൻ പറ്റുള്ളൂ. മാസ്റ്റർ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഓരോ മൊമെൻറ്റും സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഓരോ ഘട്ടവും നമുക്കത് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ഈ നിമിഷം ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്നേഹത്തിലാണോ? ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ സ്നേഹത്തിലാണോ സംസാരിക്കുന്നത്? കണക്ട് ചെയ്യുക, ഹൃദയത്തിൽ കണക്ട് ചെയ്യുക. അവിടെയാണ് മെഡിറ്റേഷൻ സഹായിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് അവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല. മെഡിറ്റേഷൻ ഇസ് എ മദർ ഓഫ് കോൺസ്റ്റന്റ് റിമംബറൻസ് ആണ് താജി പറഞ്ഞിട്ടുള്ളത്. നമ്മളെ നിരന്തരമായിട്ട് ആ കണക്ഷനിലേക്ക് കൊണ്ടുവരാനാണ് മെഡിറ്റേഷൻ. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും വിജയം തന്നെയായിരിക്കും. പരാജയം എന്നുള്ളൊരു കാര്യം തന്നെ ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.